നീ എന്തായി പറയുന്നത്? എന്താ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? ഇല്ലടാ, അതാ ചോദിച്ചത്. എന്നാൽ ഇവരോട് സത്യം പറയാം. എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് വാ. എന്താ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. എന്താ? അതില്ലേ, ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. എന്ത്? ഡാ, ഒന്ന് പതുക്കെ പറ, ആ പെണ്ണുങ്ങൾ കേൾക്കും. എന്നാൽ എന്ത്? ഡാ, സാം സാർ വേറെ പെണ്ണിനെ കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞത് കളവാണ്. അതെന്തിനങ്ങനെ പറഞ്ഞത്? അത് സാം സാർ വെറുതെ ഇവരെ പറ്റിക്കുവാൻ വേണ്ടി പറഞ്ഞതാണങ്ങനെ. ഇവരെന്താ ഇങ്ങനെ രഹസ്യമായി സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ കാര്യം ആ പെണ്ണുങ്ങളെ അറിയിക്കണ്ട. അത് സാം സാർ തന്നെ അങ്ങ് അറിയിച്ചോളും. ഓ, അപ്പോൾ ഇതൊക്കെ പറ്റിക്കുന്നതായിരുന്നില്ലേ? ഇതൊന്ന് നോക്കിയേ. എങ്ങനെയുണ്ട് ഇപ്പോൾ രമേശിയെ കാണാൻ? അയ്യോ, ഇതെന്റെ മോളുടെ പുതിയ ഡ്രസ്സാണ്. ഒരു ഫംഗ്ഷന് വേണ്ടി ഇടുവാൻ വാങ്ങിച്ചതല്ല അവളിത്. ഇത് രമേശി തന്നെയാണോ? ആടി, ഇതാണ് ബ്യൂട്ടിഫുൾ രമേശി. ആഹാ, എന്നാൽ ഞാനൊരു പാട്ട് പാടട്ടെ. ആ, പാട്. സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. ഇതെന്ത് പാട്ടാ? എന്റെ അതങ്ങനെയൊന്നല്ല പാടേണ്ടത്. പിന്നെങ്ങനെയാ? അങ്ങോട്ട് നിക്ക്, പാടിത്തരാം. Looking like a wow, so beautiful, so elegant, just looking like a wow. വാവ്, അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. ഇങ്ങനെയാണ് കുഞ്ഞാമിത്ത പാടേണ്ടത്, അല്ലാണ്ട് സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ എന്നല്ല. എന്താ ഇവിടെ നടക്കുന്നത്? പാട്ടും ചിരിയും കളിയും. ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്റെ മകളുടെ ഡ്രസ് ഇട്ടിട്ടാണ് അവളുടെ കളി. എന്ത് പറഞ്ഞാലും നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ശോഭേച്ചിയും രമണിയേച്ചിയും ഒക്കെ ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. അല്ല, അപ്പോൾ നമ്മുടെ സാമങ്കൾ എന്താ പറഞ്ഞത്? ഇത് കേട്ടിട്ടെന്താ ആ പെണ്ണുങ്ങളൊന്നും പറയാത്തത്? ദേഷ്യം പിടിക്കുന്നുണ്ട്. അവളെ കണ്ടിട്ട് സാം എന്ത് പറയാനാ? എനിക്കങ്ങ് ദേഷ്യം പിടിച്ച് കയറുന്നുണ്ട്. ഞാനിപ്പോൾ എല്ലാത്തിനെയും കൊന്നുകളയും. റോസിയെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചാലോ? ദേഷ്യം പിടിപ്പിക്കാം. കിട്ടിയ സമയം ഒന്നും വേസ്റ്റ് ആക്കണ്ട. എന്ത്? നീ എന്താടാ ചോദിച്ചത് സൽമാനെ? അതോ, അത് സാം അങ്കിൾ ഒന്നും പറഞ്ഞില്ലേ ചേച്ചിയെ കണ്ടിട്ട്? പിന്നെ പറയാതിരിക്കുമോ? എന്നെ കണ്ടിട്ട് സാം പറയുകയാ എന്തൊരു ഭംഗിയാണെന്ന്. ഈ ഡ്രസ് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടെന്നും പറഞ്ഞു. എന്ത്? ഡീ രമേ, നീ എന്താടി വിചാരിക്കുന്നത്? എന്ത് വിചാരിക്കുന്നെന്ന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. ഡീ, നിനക്ക് നാണമില്ലേ മറ്റൊരാളുടെ ഡ്രസ് എടുത്തിട്ടിടുവാൻ? അതിന് ഞാനിത് കട്ടതൊന്നുമല്ലല്ലോ. ഇതിനും കളവ് എന്ന് തന്നെയാണ് പറയുക. നിനക്ക് ഞങ്ങളെപ്പോലെ വില കൂടിയ ഡ്രസ് ഇടുവാൻ ആഗ്രഹമുണ്ടായിട്ടില്ലേ? ജ്യൂസ് മറിഞ്ഞ് എന്നൊക്കെ കാരണം പറഞ്ഞ് നീ ഇതെടുത്തിട്ടിട്ടത്. അയ്യോ, ഇതുപോലത്തെ വാക്കൊന്നും കേൾക്കുവാനുള്ള ശേഷി എനിക്കില്ലല്ലോ. ഇവളുടെ ഇങ്ങനത്തെ ഓരോരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ തളർന്നു പോകുന്നുണ്ട്. എന്നാലും സാരമില്ല, കുറച്ചും കൂടിയും പിടിച്ചു നിന്നോക്കാം. അങ്ങനെ അവളുടെ മുന്നിൽ തലതായിട്ട് നിൽക്കണ്ട. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? എന്താ രമേ, നിനക്കൊന്നും പറയാനില്ലേ? അത് പിന്നെ പറഞ്ഞൂട്. എനിക്ക് ഈ ഡ്രസ് സാം തന്നതാണ്. പിന്നെ എങ്ങനെയാണിത് കട്ടതാവുന്നത്? നിനക്ക് ഇങ്ങനത്തെ ഡ്രസ് ഇടുവാൻ ആഗ്രഹമായിട്ടല്ലേ നീ സാമിന്റെ മുന്നിൽ ഓരോന്ന് പറഞ്ഞ് അഭിനയിച്ചത്? ആര് പറഞ്ഞു അങ്ങനെ? ഇതെനിക്ക് സാം നിർബന്ധിച്ചെടുത്തു തന്നതാണ്. എന്താണെന്നറിയില്ല, സാമിന് ഭയങ്കര നിർബന്ധം ഞാൻ വേറെ ഡ്രസ് എടുത്തിട്ടിടുവാൻ. സാമിന്റെ ഒറ്റൊരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ഡ്രസ് മാറിയത്. എനിക്ക് സഹിക്കുന്നില്ല. ദേഷ്യം പിടിക്കുന്നുണ്ടല്ലേ? പിടിക്കട്ടെ. അത് കാണുവാനാണ് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത്. ഏതെങ്കിലും ആള് പറയുന്നതിനനുസരിച്ചിട്ട് നീ ഇങ്ങനെ ഡ്രസ് മാറാൻ നിൽക്കണോ? അതിനാരാ പറഞ്ഞത് അത് ഏതെങ്കിലും ആളാണെന്ന്? അത് സാം അല്ലേ? അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ആളെന്ന്. സാം നിന്റെ ആരുമല്ലല്ലോ. ആര് പറഞ്ഞ അല്ലെന്ന്? അപ്പോൾ ആണോ? സാം എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. എന്ത്? നിനക്ക് വേണ്ടപ്പെട്ട ആളാണെന്നോ? അതെന്നെ രമേ, അതെങ്ങനെ അവൻ നിന്റെ വേണ്ടപ്പെട്ട ആളാവുന്നത്? ഈ കുഞ്ഞാമിത്തെല്ലാം കുളമാക്കുന്ന തോന്നുന്നത്. അതൊക്കെയുണ്ട്, നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാകില്ലത്. അതെന്താ, നീ മലയാളത്തിലല്ലേ പറയുന്നത്? മലയാളത്തിലൊക്കെ തന്നെ. പിന്നെന്താ നീ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകില്ലെന്ന് പറഞ്ഞത്? എന്റെ കുഞ്ഞാമിത്ത, ഒന്നുമില്ല.
എന്ത്? ഒന്നുമില്ലാന്ന്. ഈ പെണ്ണുങ്ങൾ ഒന്നിനും സമ്മതിക്കില്ലെന്നാ തോന്നുന്നത്. ആ റോസിക്കിട്ട് പണി കൊടുക്കാൻ മര്യാദയ്ക്ക് രമേശ് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടക്ക് കയറിയിട്ടാ ഈ പെണ്ണുങ്ങളുടെ ഓരോരു കിന്നാരോ. കുഞ്ഞാമിത്ത, എന്താടാ? ഇങ്ങൾ ഇങ്ങോട്ട് വാ. എന്താടാ? ഇങ്ങളൊന്ന് ബായും പൂട്ടി കുറച്ച് സമയം ഇങ്ങോട്ട് നിൽക്ക്. ശല്യങ്ങൾ. ഇവരൊന്നും എന്താ പോകാത്തത്? ഇവർ ഇനിയും ഇവിടെ നിൽക്കുന്നത് എനിക്കാണ് അപകടം. ആ സാം ഇനിയും അവളോട് ഇങ്ങനെ സംസാരിക്കരുത്. അതിനു മുന്നേ ഇവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കണം. ഹേയ്, നിനക്ക് ഡ്രസ് കിട്ടിയില്ലേ? ഇനിയും എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അത് ശരി, അതെന്ത് വർത്താനാ റോസി മാഡം? നിങ്ങളെ വർത്താനം കേട്ടാൽ വിചാരിക്കും രമേശ് നിങ്ങളുടെ ഡ്രസ് എടുക്കാൻ വന്നതാണ് ഇവിടെയെന്ന്. ചിലപ്പോൾ അതിന് തന്നെയായിരിക്കും അവൾ വന്നത്. ഈ ഡ്രസ്സിനാണ് ഞാൻ വന്നതെന്നോ? അയ്യോ, ഇവളിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെയൊക്കെ പറഞ്ഞു നടക്കുക. ഇവൾക്കിട്ട് പണി കൊടുക്കാൻ നോക്കിയിട്ട് അവസാനം എനിക്കിട്ടിട്ട് തന്നെയാ തോന്നുന്നു പണി കിട്ടുക. എന്തിനി? നിങ്ങളെ ഡ്രസ്സിനാ? ആ, ഡ്രസ്സിന് തന്നെ. അതിന് തന്നെയായിരിക്കും അവൾ വന്നത്. അയ്യേ, എന്താടാ? ഒന്നുമില്ല. ഇതുപോലത്തെ ഡ്രസ്സിന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കുമോ എന്നോ? നീ എന്താ വിചാരിക്കുന്നത്? ഇത് നിന്റെ ലോക്കൽ ഡ്രസ്സാണെന്നാ? ഈ വീട്ടിലുള്ള എന്റെയും എന്റെ മകളുടെയും ഡ്രസ്സ് മുഴുവനും വില കൂടിയ ഡ്രസ്സുകളാണ്. ഞാൻ എടുക്കുന്ന ഒരു ഡ്രസ്സിന്റെ പൈസ മതി ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഡ്രസ്സ് എടുക്കുവാൻ. അത്രക്കും വില കൂടിയ ഡ്രസ്സുകളാണ് ഞാനും എന്റെ മകളും ധരിക്കുക. ഒന്ന് ബഡായി നിർത്തണ്ട റോസി മാഡം. എന്ത് ബഡായി എന്നോ? അല്ല പിന്നെ, നിങ്ങൾ ഇങ്ങനെ വലിയ ഡ്രസ്സൊക്കെ ഇടുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ ഇടുന്നത് എന്തിനാ? ഞങ്ങളെപ്പോലത്തെ ലോക്കൽസ് കാണുവാൻ തന്നെയല്ലേ? അതായത് ഞങ്ങൾ കാണുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. എന്ത്? നിങ്ങൾ കാണുവാനാണെന്നോ? നിങ്ങൾ വെറും ലോക്കൽസ് ആണ്. ഓഹോ, അപ്പോൾ ലോക്കൽസ് അല്ലാത്ത ആരാണ് ഇവിടെ ഉള്ളത്? ആരാ ഉള്ളതെന്നോ? എന്റെ ഫ്രണ്ട്സ്. അവരൊക്കെ വലിയ വലിയ കോടീശ്വരന്മാരാണ്. യൂറോപ്പിലും ഇറ്റലിയിലും അമേരിക്കയിലുമാണ് അവർ താമസിക്കുന്നത്. ഓഹോ, എന്നാൽ അത് എത്ര പേർ കാണും? എന്ത്? അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര പേരുണ്ടെന്ന്? അതൊരു 3-4 പേർ ഉണ്ടാകും. വെറും 3-4 പേർ കാണാനാണോ നിങ്ങൾ ഇങ്ങനെ വില കൂടിയ ഡ്രസ്സൊക്കെ ഇടുന്നത്? അവര് കാണുവാൻ മാത്രമല്ല, ഇവിടെ വിളിച്ച ജനങ്ങൾ മുഴുവനും കാണുവാനാണ് ഞാനിങ്ങനെ വില കൂടിയ ഡ്രസ് ഇട്ടത്. ശരിക്കും പറഞ്ഞാൽ ലോക്കൽസ് കാണുവാനാണ് നിങ്ങൾ ഇങ്ങനെ വില കൂടിയ ഡ്രസ് ഇട്ടതില്ലേ? എന്ത്? അല്ല, നിങ്ങളല്ല പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും ലോക്കൽസ് ആണെന്ന്. അപ്പോൾ ഞങ്ങളെപ്പോലത്തെ ലോക്കൽസ് കാണുവാനല്ലേ നിങ്ങൾ ഇങ്ങനെ വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ടത്? എന്തിനാ റോസി മാഡം ഇങ്ങനെ ചൂടാവുന്നത്? അതന്നെ, ഈ സൽമാൻ പറഞ്ഞതൊക്കെ ശരി തന്നെയല്ലേ? എന്ത് ശരി തന്നെയെന്ന്? നിങ്ങൾ വെറും ലോക്കൽസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ പവർ ഒന്നും മനസ്സിലാകാത്തത്. നിങ്ങൾ എന്ത് പവർ പറഞ്ഞെന്നാ പറയുന്നത്? ഞാൻ ഇപ്പോൾ ഇട്ട ഈ സാരി കാണുന്നുണ്ടോ നിങ്ങൾ? ആ, കാണുന്നുണ്ട്. നീ എന്നെ പോലെ പച്ച കളർ തന്നെയല്ലേ ഇട്ടത്? കുഞ്ഞാമിത്ത, പച്ചയല്ല, നീല. ഞാൻ ഈ സാരി എവിടെ നിന്ന് എടുത്തതാണെന്ന് നിങ്ങൾക്കറിയാമോ? നാട്ടിൽ നിന്ന് തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ പറയുക അങ്ങ് ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും എന്നൊക്കെയാ. അത് പിന്നെ ശരിക്കും ഇറ്റലിയിൽ നിന്ന് തന്നെയാണ് എടുത്തത്. ഇപ്പോൾ തുടങ്ങും തള്ളാനി. ഇറ്റലിയിൽ നിന്നുള്ള ഒരു വലിയ ഷോപ്പിൽ നിന്നാണ് ഇതെടുത്തത്. അവിടെ മാത്രമാണ് ഈ സാരി കിട്ടുകയുള്ളൂ. ഇതെന്തൊരു തള്ളലാ! അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഞാനും കുറച്ചങ്ങോട്ട് തള്ളാം. അവിടെ ഇതിന്റെ 3 കളേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ട കളർ എടുത്തതാണ് ഞാനിത്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നാണ് ഇത് വാങ്ങിയതില്ലേ? എവിടെ നിന്ന്? നിങ്ങൾ പറഞ്ഞില്ലേ ഈ സാരി ആ ഒറ്റ ഷോപ്പിൽ മാത്രമേ ഉള്ളെന്ന്. എന്നാൽ എന്റെ അങ്കിളുടെ ഷോപ്പിൽ നിന്നാണ് നിങ്ങൾ ഈ സാരി വാങ്ങിയത്. അതേ തങ്കിളാടാ. ഒന്നും മിണ്ടാതിരിക്കടാ. അവർ തള്ളും പോലെ ഞാനും ഒന്ന് തള്ളുന്നതാ. എന്ത്? നിന്റെ അങ്കിളുടെ ഷോപ്പിൽ നിന്നാണെന്നോ? ഇങ്ങനത്തെ 3 സാരി അവിടെ ഉള്ളൂ എന്ന് അങ്കിൾ പറഞ്ഞിരുന്നു. മറ്റേ 2 സാരിയും എന്റെ വീട്ടിലുണ്ട്. എന്റെ ഉമ്മാക്ക് അങ്കിൾ കൊടുത്തതാണ്. ഇതൊക്കെ സത്യമായിരിക്കുമോ? ആണോടാ? എന്നിട്ട് അതിന് ഇതുപോലത്തെ നല്ല വിലയുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്റെ ഉമ്മ നേരെ അലമാരയിൽ കൊണ്ടുപോയി വെച്ചത് കണ്ടു. അതെന്താ, നിന്റെ ഉമ്മ അതൊന്നും ഇടില്ലേ? ഏയ്, ഉമ്മ പറയുകയാ ഇതുപോലത്തെ വൃത്തികെട്ട സാരിയൊക്കെ ആരിടാനാണെന്ന്. വൃത്തികെട്ട സാരിയോ? നിറയെ മുത്തും വർക്കൊക്കെ ഉള്ള സാരി ആരിടാനാണെന്ന്. എന്നിട്ടത് ഈ റോസി ഇട്ടല്ലോ. അവരെ ഇടൂ, അല്ലാണ്ട് ഇങ്ങനത്തെ വേറെ ആരിടാനാ?
രമേശേട്ടാ ഈ ഡ്രസ്സിന്? അതിന്റെ മുകളിലുള്ള റേറ്റ് 52,000 എന്നാ. എന്നാൽ ഒരു 50,000 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടാകും. 50,000? ആ 50,000 തന്നെ. ഈ 500 രൂപേന്റെ ഡ്രസ്സ് ഇട്ട് വന്ന രമ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ 50,000 രൂപേന്റെ ഡ്രസ്സ് ഇട്ടിട്ടാ പോകുന്നത്. എന്റെ രമേച്ചി, നിങ്ങൾ ഇത്ര വിലന്റെ ഡ്രസ്സ് എപ്പെങ്കിലും ഇട്ടുക്കാ? എന്റെ ജീവിതത്തിൽ ഇട്ടിക്കില്ല. ദാ ഇപ്പോൾ ആദ്യമായിട്ട് ഇട്ടത്. ഈ ഞാനും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇട്ടിട്ടില്ല. എനിക്കും ഇടണം അങ്ങനെ തന്നെ. ഇപ്പോൾ എനിക്കും എങ്ങനെ ഇതുപോലത്തെ ഡ്രസ്സ് കിട്ടാനേ? ആ, അവളുടെ ഡ്രസ്സിൽ ജ്യൂസ് മറിഞ്ഞത് കൊണ്ടല്ലേ സാം അവൾക്ക് വേറെ ഡ്രസ്സ് കൊടുത്തത്. അതുപോലെ എന്റെ ഡ്രസ്സിലും ജ്യൂസ് മറിയണം. എന്നാൽ എനിക്കും പുതിയ ഡ്രസ്സ് കിട്ടും. ആഹാ, എന്ത് രസം അത് ആലോചിക്കുമ്പോൾ. എന്നിട്ട് ഞാൻ ആ ഡ്രസ്സും ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കും. ലാ 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 ലാ. ലാ 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 ലാ. എടാ, ആന്നാടാ നിന്റെ എനിക്ക് പറ്റിയത്. ആ, ഇത്രയും സമയം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. അതന്നെ, ഇതെന്താ പെട്ടെന്ന് പാട്ടെല്ലാം പാടി ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്നത്? ഇനി ചിലപ്പോൾ വട്ടായിട്ടുണ്ടാകുമോ? അത് തന്നെ എനിക്കും തോന്നുന്നത്. ഏന്റി, എന്താ നീ വിളിച്ചു നെക്രോ? ഏന്റി, നിങ്ങൾ എന്നാ കളിക്കുന്നത്? ഞാനൊന്നും കളിക്കുന്നില്ലല്ലോ. പിന്നെ നിങ്ങളെ കയ്യല്ലെന്താ ഇങ്ങനെ? എന്റെ കയ്യാ? പറയും പോലെ ഇതെന്താ ഇങ്ങനെ? എടാ, ഇവർക്ക് ശരിക്കും വട്ടായിന്ന് തോന്നുന്നത്. എന്റെ കയ്യെന്താ ഇങ്ങനെയായി പോയത്? നിങ്ങൾ ആദ്യം മര്യാദക്കൊന്ന് നിക്ക്, എന്നാൽ റെഡിയാകും. റെഡിയായി. ഓ, രക്ഷപ്പെട്ട്. ഡോക്ടറിന്റെ അടുത്തൊന്നും പോകേണ്ടി വന്നിട്ടില്ലല്ലോ ഇത് റെഡിയാക്കാന്. ശരിക്കും ഡോക്ടറെ അടുത്ത് പോണോ? ഇവർക്ക് മുഴുത്ത വട്ടായിന്ന് തോന്നുന്നത്. എന്നാലും അതെന്നാ സംഭവിച്ചത്? ഞാൻ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇവിടെയല്ലേ ഇങ്ങനെ നിന്നത്? പിന്നെ ഇങ്ങനെയാ ഞാൻ അവിടെ എത്തിയത്? അല്ല, നിങ്ങൾ എന്നെ ആലോചിച്ചത്? അതാ, അത് ഞാൻ റോസിന്റെ നല്ല പൈസയുടെ ഒരു ഡ്രസ് ഇട്ടിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് പോകുന്നത്. ലാ 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 ലാ. ലാ 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 ലാ. ദാ, അതാ നിന്റെ ഏന്റി പോകുന്നത്. വെറുതെ അല്ല ഇവരിങ്ങനെ പെരാന്തിച്ച് കളിക്കും പോലെ കളിക്കുന്നത്. മനസ്സിൽ ഇങ്ങനെ തതിമോഹമുള്ളത് കൊണ്ടാ. ഏന്റി, ഈ കുഞ്ഞാവിത്ത് എന്തൊക്കെയാ കളിക്കുന്നത്? അയ്യേ, ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആ, ഏന്റി. ലാ 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 ലാ. ഏന്റി, എന്താടാ ഞാൻ പറഞ്ഞു തരണ്ടേ? നിങ്ങൾ ആദ്യം കയ്യും കാലിലൊന്ന് മര്യാദയ്ക്ക് വെക്ക്. ഇതെന്താടാ പിന്നെയും ഇങ്ങനെയായി പോയത്? ഒരൊറ്റ ചവിട്ടങ്ങ് തരും ഞാനേ. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോരു സാധനം ഇറങ്ങിക്ക്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റ സ്വപ്നവും കാണണ്ട. പിന്നെ എന്റെ സ്വപ്നം വേറെ കാണാനേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു സ്വപ്നം കൂടി കാണുന്നാണോ നിങ്ങൾക്ക്? അറിയടാ, ഞാൻ ഇത്ര നേരം ഒരു സ്വപ്നം കണ്ടതാ. സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലും കണ്ടാ പോരെ? അതിന് ഞാൻ മനസ്സിൽ തന്നെയാടാ കണ്ടത്. പിന്നെ മനസ്സിൽ കണ്ട നിങ്ങളെ സ്വപ്നം ഇങ്ങനെ ഇതിലൂടെ ഇത്ര നേരം നടന്നു കളിച്ചത്? സ്വപ്നം നടന്നു കളിക്കുക? നീ എന്തായി പറയുന്നത്? ആ കുഞ്ഞാമിത്ത, നിങ്ങൾ ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ അതിനോടൊപ്പം തന്നെ നടന്നു കളിക്കുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? ഇങ്ങനെ. ഇപ്പൊ മനസ്സിലായ എങ്ങനെയാണെന്ന്? അല്ല, ശരിക്കും ഞാനിങ്ങനെ പോയിക്കാ? ഇല്ല, നിങ്ങൾ അങ്ങനെ പോയിക്കേ ഇല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിങ്ങള്. ഓരോരു കിന്നാരം കൊണ്ട് വന്നിക്ക്. എന്തിനാടാ നീ അവരോട് ചൂടാവുന്നത്? സാമങ്കളോ? അല്ല, എന്താ എന്താ ഇവിടെ പ്രശ്നം? അതൊന്നുമില്ല സാമങ്കൾ. അല്ല, അശ്വതി? അശ്വതിയോ? ഓ, സോറി രമേ, എന്നോടങ്ങനെ വിളിച്ചു പോയതാ. എന്തായാലും നിനക്ക് ഈ ഡ്രസ്സ് നല്ലോണം ചേരുന്നുണ്ട്. ഓ, താങ്ക് യു. അതുപോലത്തെ ഡ്രസ് ഇട്ടാൽ ആർക്കും ചേരും. ഞാനിട്ടാൽ എനിക്കും ചേരും. പക്ഷെ എനിക്കെങ്ങനെ അങ്ങനത്തെ ഡ്രസ് കിട്ടാ? സാം, ഞാൻ ഈ ഡ്രസ് 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്നു തരും. അപ്പോൾ 2 ദിവസം നീ ഈ ഡ്രസ്സും ഇട്ട് നടക്കുമോ? 2 ദിവസം ഞാനിതിട്ട് നടക്കുന്നതല്ല കുഞ്ഞാമിത്ത. ഇന്ന് ഞാനിത് അയച്ചിട്ടിട്ട് നാളെ ഞാനിത് അലക്കിയിട്ട് മറ്റന്നാൾ ഇവിടെ കൊടുക്കുമെന്നാ പറഞ്ഞത്. ഓ, അങ്ങനെയൊന്നും വേണ്ടേ രമേ. ഈ ഡ്രസ്സ് നീ തിരിച്ചു തരണ്ട, നീ തന്നെ എടുത്തോ. ഇത് നിനക്ക് നല്ലോണം ചേരുന്നുണ്ട്. 50,000 രൂപേന്റെ ഡ്രസ് രമയ്ക്ക് സ്വന്തം കിട്ടിയാ? ആഹാ, അങ്ങനെ വിട്ടാൽ പറ്റില്ല.
എനിക്ക് വേണം ഇതുപോലത്തെ ഡ്രസ്സ്. എന്നിട്ട് എനക്കെന്റെ സുലൈമാനിക്കാന്റെ മുന്നിൽ നിന്ന് ഓവറാക്കിയിട്ട് നടക്കണം. ലാ ലാ ലാ. അയ്യോ, ഇപ്പൊ ഞാൻ പിന്നെയും അതുപോലെ ഡാൻസ് കളിച്ച് പോവേനു. ആ സാമിനോട് പറഞ്ഞിട്ട് എനക്കും ഇതുപോലത്തെ ഡ്രസ്സ് വാങ്ങണം. അതിനാദ്യം പോയിട്ട് ഞാൻ എന്റെ ഡ്രസ്സിൽ ജ്യൂസ് മറിക്കട്ടെ. എന്നിട്ട് വന്നിട്ട് ഓവറാക്കിയിട്ട് പാട്ട് പാടാം. അല്ല, ഈ കുഞ്ഞാമിത്ത് ഇതെവിടത്തേക്കാ ചിരിച്ചും കൊണ്ട് പോകുന്നത്? ഈ പോയാ? അതെവിടത്തേക്കാടാ പോയത്? ആ എനിക്കറിയില്ല. അങ്ങനെ ജ്യൂസ് കിട്ടി. ഞൗ 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 ഞൗ. ആഹാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ജ്യൂസ് ആയാൽ ഇങ്ങനെ വേണം. ആഹാ. ഞാനെന്തിനാ ശരിക്കും ഇവിടെ വന്നത്? ജ്യൂസ് കുടിക്കാനല്ലോ, ജ്യൂസ് എന്റെ ഡ്രസ്സിൽ മറിക്കാനല്ലേ. ഞാനിതെന്ത് കളിയാ കളിക്കുന്നത്? അല്ലോ, ഫുൾ ബിറ്റന്നെ. എന്നാലും എന്തിനായിരിക്കും അവർ ചിരിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവുക? ഓറ കളിയൊന്നും പറയാണ്ടിരിക്കുന്നത് തന്നെയാ നല്ലത്. അതാ ഇക്രു വരുന്നുണ്ട്. എടാ, എന്തിനാടാ കുഞ്ഞാമിത്ത പോയത്? ഓ അല്ല, എന്നാ ചെയ്യുന്നത്? ഓ, നീ എന്തിനാടാ എല്ലാത്തിനും കാക്കാന്ന് പറയുന്നത്? എടാ, എന്താടാ? എനിക്കൊന്നും അറിയില്ലടാ. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോഴുണ്ട് ഏന്റി ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തിട്ട് അത് മുഴുവനും കുടിച്ചു തീർത്തിട്ട് അവിടെ വെച്ചിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുന്നു. അതെന്തിനാ? ആ എനിക്കറിയില്ല. ജ്യൂസ് മുഴുവനും കുടിച്ചിട്ട് ആ ഗ്ലാസിനെ നോക്കിയിട്ടാണ് പൊട്ടി പൊട്ടിച്ചിരിക്കുന്നത്. അതൊന്നാ കുഞ്ഞാമിത്താക്ക് പറ്റിയത്? ആ എന്താണെന്നൊന്നും അറിയില്ല. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. അവിടുന്ന് ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. ഞാനൊന്നും കുഞ്ഞാമിത്താനോട് ചോദിച്ചിക്കൂല, പറഞ്ഞിക്കൂല. എന്നാലും അതെന്തിനായിരിക്കും ഇങ്ങനെ ചിരിക്കുന്നത്? എടാ, എന്നാൽ ശരിക്കും നിന്റെ ഏന്റിക്ക് വട്ടായി എന്നാ തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ ചിരിക്കുമ്പോ ആരെങ്കിലും ഡൈക്രൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുഞ്ഞാമിത്താക്ക്? ഹേയ്, ഇതുവരെ ഒന്നും ഉണ്ടായിരുന്നില്ല സാമങ്കിൾ. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇങ്ങനെ ആദ്യമായിട്ടാണ് കളിക്കുന്നത് കണ്ടത്. എന്നാൽ നീ വേഗം ചെന്നിട്ട് നിന്റെ മമ്മിയോട് കാര്യങ്ങൾ പറടാ. അത് തന്നെ, നീ ചെന്നിട്ട് രമണിയച്ചിയോട് കാര്യങ്ങൾ പറ. അല്ല, അവരൊക്കെ എവിടെയാണുള്ളത്? പറയും പോലെ തുളസിയെയും കാണുന്നില്ലല്ലോ. അവളും എവിടെയാണുള്ളത്? അവളെ രമണിയച്ചിന്റെ ശോഭേച്ചിന്റെ കൂടെ കണ്ടിന്. അവരുണ്ട് അങ്ങ് ഹാളിൽ ഇരിക്കുന്നു. ഓ, എന്നാൽ ഡാ ഇക്രു, നീ ചെന്ന് നിന്റെ മമ്മിയോട് കാര്യങ്ങൾ പറ. മക്കളെ. അങ്കിൾ. എന്താ മക്കളെ, ഭക്ഷണമെല്ലാം കഴിച്ചതാണോ? ആ അങ്കിൾ, ഭക്ഷണം കഴിച്ചു. അല്ല രമേ, നീണ്ട നല്ല മോഡൽ ഡ്രസ്സൊക്കെ ഇട്ടിക്ക്. അല്ല, നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെ? അവരൊക്കെ ഉണ്ട് ആ ഹാളിൽ ഇരിക്കുന്നു. കുഞ്ഞാമ്മയും അവിടെ തന്നെ ആയിരിക്കില്ല ഉണ്ടാവുക. എടാ, അങ്കിൾ ഇതാ ഏന്റിയെ കുറിച്ച് ചോദിക്കുന്നു. ഡാ, നീ നിന്റെ അങ്കിളിനോട് കാര്യങ്ങൾ പറ. ഡൈക്രൂ, ഏന്റി എവിടെയാ ഉള്ളത്? അത് പിന്നെ അങ്കിൾ. എന്താടാ? എടാ, ആരെങ്കിലും പറടാ, ഏന്റിക്ക് വട്ടായിന്ന്. എന്താ ഒന്നും പറയാത്തത്? ഡൈക്രൂ, കുഞ്ഞാമ്മി എവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഹായ്. അല്ല, ഇതാരാ? എന്റെ സുലൈമാനിക്കാ. സുലൈമാനിക്കാ, സുലൈമാനിക്കാ, എത്ര ദിവസമായി നമ്മൾ കണ്ടിട്ട്? അല്ല കുഞ്ഞാമ്മി, ഇതെന്നാ നിന്റെ ഡ്രസ്സില്? ഇതില്ല സുലൈമാനിക്ക, ജ്യൂസ് പറഞ്ഞതാ. ജ്യൂസ് മറന്നതാ? ആ, ജ്യൂസ് മറന്നത്. ജ്യൂസ് ഡ്രസ്സിൽ മറന്നിട്ട് ഇവളെന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്? അത് തന്നെയാ സുലൈമാനിക്ക ഞങ്ങൾ ഇത്ര നേരം ഇവിടെ നിന്ന് പറഞ്ഞത്. ഡായിക്കറു, ഉറപ്പിച്ചോ നിന്റെ ഏന്റിക്ക് ശരിക്കും വട്ടായിക്ക്? അല്ല കുഞ്ഞാമ്മി, ഡ്രസ്സിൽ ജ്യൂസ് മറന്നിട്ട് നീ എന്താ അത് വൃത്തിയാക്കാത്തത്? വൃത്തിയാക്കാനാ? ഞാൻ ആരും കാണാതെ കഷ്ടപ്പെട്ടിട്ടാ ജ്യൂസ് ഡ്രസ്സിൽ മറിച്ചത്. അല്ല കുഞ്ഞാമ്മി, നീ എന്നാ പറയുന്നത്? അത് പിന്നെ ഒന്നുമില്ല. എടി, ഇവിടെ നിറയെ ജനങ്ങളില്ലേ, നീ പോയിട്ട് ഡ്രസ് ഒന്ന് വൃത്തിയാക്ക്. ഇയാളെയും കൊണ്ട് ശല്യമായല്ലോ. മനുഷ്യ, ഡ്രസ്സ് വൃത്തിയാക്കുന്നല്ല പറയേണ്ടത്, വേറെ ഡ്രസ്സ് ഇടുന്ന് പറ. അപ്പോൾ ആ സാം നല്ലൊരു പൈസയുടെ പുതിയൊരു ഡ്രസ്സ് എടുത്ത് എനിക്ക് തരും. അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കും. പിടിക്ക്, നിന്റെ ഏന്റി ഇപ്പോൾ പോകും. ഏന്റി. എന്താടാ? എന്റെ കുഞ്ഞാമ്മി, എനിക്കെന്നാ പറ്റിയത്? എന്റെ അല്ലോ, ഞാൻ പിന്നെയും ആ ഡാൻസ് കളിച്ചിക്കാം. എല്ലാവരും കണ്ട്.
എന്റെ കുഞ്ഞാമി എനിക്കെന്നാ ശരിക്കും പറ്റിയത്? അതില്ല സുലൈമാനിക്ക. അല്ലെങ്കിൽ വേണ്ട, പറയണ്ട. എന്താടി നീ എന്നാ പറയാൻ നോക്കിയത്? ഏയ് അതൊന്നുമില്ല സുലൈമാനിക്ക. ഞാൻ ഇപ്പോൾ അത് പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് പിന്നെ പറയാം. ഞാൻ ഈ ജ്യൂസ് മറിച്ചത് എനിക്ക് വേറെ ഡ്രസ്സ് കിട്ടുവാൻ വേണ്ടിയാണെന്ന്. ആരും എന്താ എന്നോട് വേറെ ഡ്രസ്സ് ഇടുവാൻ പറയാത്തത്? ആ രമയുടെ ഡ്രസ്സിൽ ജ്യൂസ് മറിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടല്ലോ വേറെ ഡ്രസ്സ് ഇടുവാൻ. എന്റെ ഡ്രസ്സിൽ ജ്യൂസ് മറിഞ്ഞിട്ട് എന്താ ആരും പറയാത്തത്? അല്ല കുഞ്ഞാമി, ഇഞ്ഞെന്നാ ഇങ്ങനെ ഒറ്റയ്ക്ക് പെറുപിറുക്കുന്നത്? അതൊന്നുമില്ല സുലൈമാനിക്ക. എന്നാൽ നീ പോയിട്ട് നിന്റെ ഡ്രസ്സ് എന്തെങ്കിലും ചെയ്. എന്റെ ഡ്രസ്സിനെ കൊണ്ടുണ്ടല്ലോ പറയുന്നത്. വേഗം പറ, വേഗം പറ. എല്ലാവരും എന്റെ ഡ്രസ്സ് മാറ്റുവാൻ വേഗം പറ. ആരും എന്തൊന്നും പറയാത്തത്? എന്ത് പറയാത്തതെന്ന്? എന്റെ ഡ്രസ്സിൽ ജ്യൂസൊക്കെ മറിഞ്ഞിട്ടില്ലേ? നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതിനെ കൊണ്ട് ഞങ്ങൾ എന്ത് പറയുവാനാ? അങ്കിൾ പറഞ്ഞല്ലോ കഴുകി വൃത്തിയാക്കുവാൻ. അതല്ല, കഴുകി വൃത്തിയാക്കാതെ വേറെന്തെങ്കിലും ചെയ്യുവാൻ പറ്റുമോ എന്ന് പറ. ആ അത് പറ്റും. ഈ സാം സംസാരിക്കുവാൻ തുടങ്ങി. ഇനിയിപ്പോൾ അവൻ പറയും ഇവിടെയുള്ള ഏതെങ്കിലും പുതിയ ഡ്രസ് എടുത്തിട്ടോ എന്ന്. അതെങ്ങനെയാ സാം അങ്കിൾ ഇത് കഴുകി വൃത്തിയാക്കാതെ വൃത്തിയാക്കുവാൻ പറ്റുന്നത്? അത് കഴുകാതെ തുടച്ചു വൃത്തിയാക്കിയാൽ പോരെ? ആ അത് നല്ലൊരു കാര്യമാണ് സാം അങ്കിൾ. എന്നാൽ ഏന്റി നിങ്ങൾ ഇത് കഴുകാൻ നിൽക്കണ്ട, പോയി തുടച്ചു വൃത്തിയാക്കിക്കോ. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഡ്രസ്സിൽ ജ്യൂസ് മറിച്ചത് തുടച്ചു കളയാനല്ല, എനിക്ക് വേറെ ഡ്രസ് ഇടുവാനാണ്. അതിപ്പോൾ ഞാൻ എങ്ങനെയാ ഇവരെ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക? എന്താ കുഞ്ഞാമി നീ അവിടെ നിന്നിങ്ങനെ പെറുപിറുക്കുന്നത്? അല്ല സുലൈമാനിക്ക, ഈ ജ്യൂസൊക്കെ തുടച്ചാൽ വൃത്തിയാകുമോ? അത് നീ പറഞ്ഞത് ശരിയാ, ജ്യൂസ് ഒന്നും തുടച്ചാൽ വൃത്തിയാകില്ല. രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ പറയും വേറെ ഡ്രസ് ഉണ്ടെങ്കിൽ അതിട്ടോ എന്ന്. എന്താ ഇതിന്റെ ഇങ്ങനെ വെറുതെ ചിരിക്കുന്നത്? ഒന്നുമില്ലടാ, അത് സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ. സന്തോഷ? അതെന്തിന്? ജ്യൂസൊക്കെ എന്റെ ഡ്രസ്സിൽ മറിഞ്ഞില്ലേ, അതുകൊണ്ട്. ഈ ജ്യൂസ് ഡ്രസ്സിൽ മറിഞ്ഞാൽ ഇത്രയും സന്തോഷ? ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു പെണ്ണുങ്ങളെ കാണുന്നത്. ഇതെന്ത് പെണ്ണുങ്ങളാ? ശരിക്കും ഈ കുഞ്ഞാമിക്ക് എന്നാ പറ്റിയത്? ഇവളെന്നെ പറയിപ്പിക്കുന്ന തോന്നുന്നത്. വേഗം പറ. എന്ത് പറയാന്ന്? എന്റെ ഡ്രസ്സിന്റെ കാര്യം തന്നെ. അതിനൊന്നും പറയാനില്ല. അതിന് നീയൊന്നും പറയണ്ട. പറ സുലൈമാനിക്ക, എന്തെങ്കിലും പറ. എന്ത് പറയാനാ നീ പറയുന്നത് കുഞ്ഞാമി? ഇയാളെന്നാ വേണ്ടത്? മര്യാദയ്ക്ക് എന്റെ ഡ്രസ്സ് മാറ്റുവാൻ പറഞ്ഞൂടെ ഇയാൾക്ക്? കുഞ്ഞാമി, കുഞ്ഞാമി, എന്താ സുലൈമാനിക്ക? നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞ. എന്ത് പറഞ്ഞോന്നാ നീ കുഞ്ഞാമി പറയുന്നത്? ഇയാളെയും കൊണ്ട്. മനുഷ്യ, നിങ്ങളെന്ന് എന്നോട് വേറെ ഡ്രസ് ഇട്ടൊന്ന് പറയാത്തത്? ഞാൻ എത്ര സമയമായി പറയുന്നു പറ പറ പറയാന്ന്. പെണ്ണുങ്ങൾക്ക് വട്ടുകൂടി. നിങ്ങൾക്ക് എന്നോട് വേറെ ഡ്രസ് ഇടാൻ പറഞ്ഞൂടെ? അതിന് ഇവിടെ വേറെ ഡ്രസ്സൊന്നും ഇല്ലല്ലോ കുഞ്ഞാമി. ആര് പറഞ്ഞില്ലാന്ന്? ഇല്ല കുഞ്ഞാമി, ഇത് നമ്മുടെ വീടല്ലല്ലോ. ഇത് ആ രമേന്റെ വീടാണോ? അല്ല. പിന്നെ അവൾക്ക് ഇവിടുന്ന് ഡ്രസ് കിട്ടിയിക്കല്ലോ. എന്റെ രമേ, നിനക്ക് എവിടുന്നാടി ഈ ഡ്രസ് കിട്ടിയത്? അത് ഈ സാം തന്നതാ സുലൈമാനിക്ക. എന്റെ കുഞ്ഞാമി, അവൾക്ക് ആ സാം കൊടുത്തതാണത്. അതുപോലെ ആ സാമിനെന്താ എനിക്കും ഒരു ഡ്രസ് തന്നാലേ? അതിനായിരുന്നു അവർ ഇത്ര നേരം പറഞ്ഞത്. എന്റെ അല്ലോ, ഇവളെന്നെ നാറ്റിക്കുന്ന തോന്നുന്നത്. എടാ സൽമാനെ, എനിക്കിപ്പോഴാ മനസ്സിലായത്. എന്ത്? ഏന്റി തന്നെയാടാ ഏന്റിയുടെ ഡ്രസ്സിൽ ജ്യൂസ് മറിച്ചത്. അതെന്തിന്? ഏന്റി വിചാരിച്ച് രമേശിക്ക് ഡ്രസ് കൊടുത്തതുപോലെ ഏന്റിക്കും ഡ്രസ് കൊടുക്കുമെന്ന്. അയ്യേ, ഏന്റി നേരത്തെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴാ ഓർമ്മയായത്. രമേശിക്ക് കൊടുത്ത പോലത്തെ നല്ല വിലേന്റെ ഡ്രസ് ഏന്റിക്കും വേണമെന്ന്. എന്നിട്ട് ആ ഡ്രസ്സും ഇട്ടിട്ട് ലോല ലോല ലോ എന്നുള്ള ഡാൻസും കളിച്ച് നടക്കണമെന്ന്. അത് നേരത്തെ നിന്റെ ഏന്റി പറയുന്നത് ഞാൻ കേട്ടിനി. എന്നാൽ അത് തന്നെയായിരിക്കും സംഭവം. കുഞ്ഞാമിത്ത തന്നെയാ കുഞ്ഞാമിത്താന്റെ ഡ്രസ്സിൽ ജ്യൂസ് മറിച്ചിട്ടുണ്ടാവുക. നിങ്ങളെന്ന മക്കളെ പെറുപുറത്ത് പറയുന്നത്? ഒന്നുമില്ല സുലൈമാനിക്ക. ഞാൻ എത്ര പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ. എന്റെ കുഞ്ഞാമി, നീ ഒന്ന് മെല്ലെ പറ, ജനങ്ങൾ ശ്രദ്ധിക്കും. എല്ലാവരും കേൾക്കട്ടെ. അവളുടെ ഡ്രസ്സിൽ ജ്യൂസ് മറിഞ്ഞപ്പോൾ അവൾക്ക് പുതിയ ഡ്രസ് കൊടുത്തു. അപ്പോൾ എന്റെ ഡ്രസ്സിലും ജ്യൂസ് മറിഞ്ഞാൽ എനിക്കും പുതിയ ഡ്രസ് തരണ്ടേ? ഓ എന്റെ കുഞ്ഞാമി, എനിക്കിപ്പോൾ പുതിയ ഡ്രസ് വേണം, അത്രയല്ലേ ഉള്ളൂ? എന്നാൽ വാ കുഞ്ഞാമിത്ത, ഞാനൊരു ഡ്രസ് എടുത്തു തരാം. എന്നാൽ നടക്ക്. ഹേയ്, അത് വേണ്ട സാം.
വേണ്ട എന്നാ. ഹേയ് അത് കുഴപ്പമില്ല. ഇങ്ങനെ വൃത്തികേടായി നടക്കണ്ടാലോ. ഇവിടെ നിന്നും വേറെ ഡ്രസ്സ് എടുത്തിട്ടോ. ആ അതാ നല്ലത്. ഇനി ഞാൻ രമേനെ പോലെ തന്നെ 50,000 രൂപയുടെ ഡ്രസ്സ് കൂട്ടിട്ട് ഇങ്ങനെ വിലസി വിലസി നടക്കും. വരൂ, ഞാൻ എടുത്തു തരാം. വേണ്ട സാം. സുലൈമാനിക്കാ? എന്താ കുഞ്ഞാമ്മി? ആ സാമു മര്യാദയ്ക്ക് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരുന്നുണ്ട്. അതെന്തിനാ നിങ്ങൾ മുടക്കുന്നത്? അത് പിന്നെ കുഞ്ഞാമ്മി, എനിക്ക് പുതിയ ഡ്രസ്സ് മതി എന്നല്ലേ ഉള്ളൂ. ആ എനിക്ക് പുതിയ ഡ്രസ്സ് മതി. എന്നാൽ ഇതാ. ഇതെന്താ? ഇത് പുതിയ ഡ്രസ്സാ, ഞാൻ വരുമ്പോൾ വാങ്ങിച്ചതാ. പുതിയ ഡ്രസ്സാ? ഇതാ, നീ ഇട്ടോ. ഞാനിപ്പോ വരാം. A few moments later. അതാ കുഞ്ഞാമിത്ത വരുന്നുണ്ടെന്നാ തോന്നുന്നത്. ഇതെന്ത് ഡ്രസ്സാ? ഇത് അങ്കിൾ ഇടുന്ന ഡ്രസ്സല്ലേ? കുഞ്ഞാമ്മി, ഇപ്പൊ നിനക്ക് സമാധാനമായില്ലേ? ഇങ്ങക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിയ കാര്യം എന്നോട് പറഞ്ഞത്? ആ. ഇങ്ങളെ ഞാൻ ഇന്ന് കൊല്ലും മനുഷ്യ. എന്റെ അല്ലോ, അയ്യോ രക്ഷിക്കണേ. ഈ മനുഷ്യൻ ഇത് എവിടെയാ പോയത്? നിങ്ങൾ എന്തായാലും വീട്ടിലേക്ക് തന്നെയല്ലേ പോവുക? നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മനുഷ്യ. മര്യാദക്ക് 50,000 രൂപേന്റെ ഡ്രസ്സ് കൂട്ടിട്ട് ഓവറാക്കാന്ന് വിചാരിച്ചതേനു. അതിന്റെ ഇടക്ക് ഈ കുന്തം പോലത്തെ ഡ്രസ്സ് എടുത്തു വന്നിക്ക്. ഇതെന്ത് കോലത്തിലാ ഞാനുള്ളത്? ആണുങ്ങളുടെ ഡ്രസ്സ് കൂട്ടിട്ട് ആരെങ്കിലും കണ്ടാൽ നാണക്കേടല്ലേ? എന്താടാ അങ്കിൾ ഇവിടെ? ഏന്റിയെന്ന് അങ്കിളിന് ചെയ്തത്? ഞാനൊന്നും ചെയ്തില്ല. എന്തായാലും അയാളെ ഞാൻ വെറുതെ വിടില്ല. അല്ല ഏന്റി സത്യം പറ. ഏന്റി തന്നെയല്ലേ ഏന്റിയുടെ ഡ്രസ്സിൽ ജ്യൂസ് മറിച്ചത്? ഇതെങ്ങനെ ഇവന് മനസ്സിലായത്? അത് പിന്നെ നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്റെ ഡ്രസ്സിൽ തന്നെ ജ്യൂസ് മറിക്കുകയാ? അങ്ങനെ ഞാൻ ചെയ്യുമോ? ആ ചെയ്യും, അതാ ചോദിച്ചത്. സത്യം പറ, നിങ്ങൾ തന്നെയല്ലേ ജ്യൂസ് മറിച്ചത്? അത് പിന്നെ ഇനി ഉരുളണ്ട, ഞങ്ങൾക്കെല്ലാം മനസ്സിലായിന്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഏന്റിയുടെ വായിൽ നിന്ന് തന്നെ അറിയാതെ അത് പറഞ്ഞു പോയിന്. അത് പിന്നെ ഞാന് കാര്യത്തിന് അല്ല, തമാശക്ക് വെറുതെ. ഇതെന്ത് ഭാഷ? എന്നോട് അങ്ങനെ ആയിപ്പോയതാ. എന്നാൽ നിങ്ങൾ അവിടെ നിന്നിട്ട് ഒന്ന് പറഞ്ഞു കളിക്ക്. ഏന്റി ഇതെന്ത് കളിയാ കളിച്ചത്? മര്യാദക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകാമായിരുന്നില്ലേ? അതിന്റെ ഇടക്ക് കയറി ഏന്റിയുടെ ഡ്രസ്സിൽ തന്നെ ജ്യൂസ് മറിച്ചത്. അത് പിന്നെ എടാ, എന്റെ ഡ്രസ്സിൽ ജ്യൂസ് മറിഞ്ഞാൽ ഇവിടെയുള്ള ഏതെങ്കിലും ഡ്രസ്സ് എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. ആ രമയ്ക്ക് കിട്ടിയ പോലെ. ഇവിടെയുള്ള ഡ്രസ്സുകളെല്ലാം 50,000-ന്റെയും 1,00,000-ന്റെയും ഒക്കെ ഡ്രസ്സുകളല്ലേ ഉള്ളത്. അതിൽ നിന്നും ഏതെങ്കിലും ഒരു വിലപിടിപ്പുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടുമെന്ന് ഞാൻ കരുതി. വല്ലാത്ത സംഭവം തന്നെ നിങ്ങൾ. ഇതൊക്കെ എന്ത്? പക്ഷെ ചീറ്റിപ്പോയില്ലേ? നല്ല അടിപൊളി ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു കളിക്കുന്ന സ്വപ്നം കണ്ടിട്ട് അവസാനം നിങ്ങൾക്ക് കിട്ടിയത് ഈ പാന്റ് ജുബയുമല്ലേ? അധികം ഓവറാക്കണ്ട. അതിന് ഞാനല്ലല്ലോ ഓവറാക്കിയത്, നിങ്ങൾ തന്നെയല്ലേ. എന്നാ എത്ര ചിരിക്കാനുള്ളത്? നിങ്ങളെ കളി കണ്ടിട്ടെന്നെ. നല്ല ബിറ്റുണ്ട് നിങ്ങളെ ഈ കോലത്തിൽ കാണാൻ. അതന്നെ ഏന്റി, പക്ഷെ നാണക്കേട്, ആരും കാണണ്ട ഇങ്ങളെ. ഇപ്പൊ ഇങ്ങളെ കാണുമ്പോൾ ആണാണെന്നോ പെണ്ണാണെന്നോ എന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഇങ്ങളെ കാണുമ്പോൾ എനക്കെന്താണോ തോന്നുന്നത്? ഒരു സർദാർ ജീനെ പോലെ. ആ എനക്കും അങ്ങനെ തോന്നുന്നുണ്ട്. രണ്ടും കൂടി കുറെ സമയമായാലും ഓരോന്ന് പറയുന്നു. എന്ത് ചെയ്യാനാ കുഞ്ഞാമിത്ത, നിങ്ങളെ കോലം കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞു പോകുന്നതല്ലേ? സുലൈമാനെ, നീ എന്റെ അടുത്ത് മേടിക്കും. എന്ത് സുലൈമാനാ? ഇങ്ങോട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കേട്ട ഒരു സുലൈമാൻ, നല്ല സൽമാൻ എന്നാണെന്ന്. ഓ വലിയ ദുൽഖർ സൽമാൻ വന്നിക്ക്. ആ അങ്ങനെ തന്നെയാ എന്നോട് പലരും പറഞ്ഞിക്ക് എന്നെ കാണാൻ ദുൽഖർ സൽമാനെ പോലെ തന്നെ ഉണ്ടെന്ന്. എന്തത് ദുൽഖർ സൽമാനാ? ഇത് ദുൽഖർ സൽമാൻ കേൾക്കണ്ട. പാവം, അത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ അവിടെ ബോധം കെട്ടു പോവും. പെണ്ണുങ്ങളെ, എന്തിന് ഇത്ര കളിക്കാനുള്ളത്? ഇന്നെ കാണാൻ ദുൽഖർ സൽമാനെ പോലെ ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ട് എന്നോട് ചിരിച്ചു പോയതാ. ആ അത് നിങ്ങൾ എന്ത് പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. പക്ഷേ നിങ്ങൾ നിങ്ങളെ കോലം ഒന്ന് പോയിട്ട് കണ്ണാടിയിൽ നോക്ക്. ശരിക്കും സർദാർജി തന്നെ.
ഒരു പാന്റും ഒരു ജുബയും അതുപോലെ തന്നെ ഒരു തലയെക്കെട്ടും. ആദ്യം നിങ്ങൾ പോയിട്ട് കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് നിൽക്ക്. എന്നിട്ട് നിങ്ങളെ കോലം നോക്കിട്ട് ചിരിക്ക്. സ്വന്തം കോലം നോക്കാണ്ട് ഇവിടെ വന്നിട്ട് കളിക്കാൻ നിൽക്കുന്നു. ഏയ് സേതു സിംഗ്. ഹലോ സേതു സിംഗ്, എന്നെ ഓർമ്മയില്ലേ? എന്താ സേതു സിംഗ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്നെ ഓർമ്മയില്ലേ? എന്റെ അല്ലോ, ഇതേത് വരാന്തനാ? എന്താ സേതു സിംഗ് ഒന്നും പറയാത്തത്? ഇത് ഞാനാ, റാം. ഏത് റാം? നമ്മൾ പണ്ട് പഞ്ചാബിൽ നിന്ന് പരിചയപ്പെട്ടിട്ടില്ലേ? ഈ പഞ്ചാബ് എന്നാ? ആ, പഞ്ചാബ് തന്നെ. അപ്പോൾ ഈ സേട്ടു നല്ല സംസാരക്കാരനായിരുന്നു. ഇപ്പോൾ എന്തു പറ്റി ഈ സേത്തുവിന്? ഏത് ചാത്തുവിനെ കൊണ്ടാണ് ഇവൻ പറയുന്നത്? എന്താ സേതു, എന്നെ കണ്ടിട്ട് നിനക്കൊന്നും പറയാനില്ലേ? നീ ഒരുപാട് തമാശ പറയുന്ന ആളല്ലേ, ഇപ്പോഴെന്തൊന്നും മിണ്ടാത്തത്? എന്തു പറ്റി സേതു? സേതു, അയ്യേ, എടാ ഇയാളെന്നെ പിടിച്ച്. ഇതെന്താ പെണ്ണുങ്ങളെ സൗണ്ട്? സേതു, ഏത് ചാത്തു? അയ്യോ ചേട്ടാ, ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളല്ലേ ഇത്? അപ്പോൾ ഇത് സേതു അല്ലേ? അല്ല, ചേട്ടൻ എന്നാ വിചാരിച്ചത്? ഞാൻ വിചാരിച്ച് ഇത് ഞാൻ പണ്ട് പഞ്ചാബിൽ നിന്ന് പരിചയപ്പെട്ട സേതുവാണെന്ന്. പണ്ട് ഞാൻ പഞ്ചാബിൽ നിന്നും സേതു സിംഗ് എന്ന് പേരുള്ള ഒരാളെ പരിചയപ്പെട്ടിരുന്നു. ശരിക്കും അവരെ കാണാൻ ഇവരെ പോലെ തന്നെയായിരുന്നു. നല്ല സംസാരക്കാരനാണ് സേതു സിംഗ്. പക്ഷേ ഇവരുടെ സൗണ്ട് ഒരു പെണ്ണുങ്ങളുടെ സൗണ്ട് പോലെയുണ്ട്. ചേട്ടാ, ശരിക്കും അവരുടെ പേരെന്താണ്? സേത്ത്, പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ സേതു സിംഗ് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇത് പോത്ത്, എല്ലാവരും ഇവരെ പോത്തു സിംഗ് എന്ന് വിളിച്ചോ? നീ ഒന്ന് മിണ്ടാതിരുന്നേ. ചേട്ടാ, എന്തായാലും ഇത് ചേട്ടൻ ഉദ്ദേശിക്കുന്ന ആളല്ല. അതെനിക്ക് മനസ്സിലായിക്ക്. പക്ഷേ ശരിക്കും ഇവരെ കാണുമ്പോൾ സേതു സിംഗിനെ പോലെ തന്നെയുണ്ട്. സുലൈമാനിക്കാ, ഇങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഓരോ ഒരു പേന്റും ജുബയും കാരണം എന്നെ ഇപ്പം ചാത്തു സിംഗ് പാത്തു സിംഗ് എന്നൊക്കെയാ വിളിക്കുന്നത്. അല്ല, ഇത് സേതുവിന്റെ അനുജനോ ജ്യേഷ്ഠനോ ഒന്നുമല്ലല്ലോ? അല്ല ചേട്ടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സേതുവിന്റെ ആരുമല്ല ഇത്. പക്ഷെ പോത്തിന്റെ ആരെങ്കിലും ആയിരിക്കും. നീ ഒന്ന് മിണ്ടാതിരുന്നേ. എന്നാൽ പിന്നെ ഞാനങ്ങ് പോവട്ടെ. ആ ശരി ചേട്ടാ, ചേട്ടൻ പോട്. എന്നാൽ സേതു. ഓ സോറി, എന്നോട് പിന്നെയും അങ്ങനെ വിളിച്ചു പോയതാ. നിങ്ങളെ പേരെന്തായിരുന്നു? എന്റെ പേര് കുഞ്ഞാമി. കുഞ്ഞാമിയാ? ഇത് പെണ്ണിന്റെ പേരല്ലേ? ആണിന്റെ വേഷവും പെണ്ണിന്റെ സൗണ്ടും പെണ്ണിന്റെ പേരും. ശരിക്കും നിങ്ങൾ ആരാണ്? അത് കുഞ്ഞാമി തന്നെ. അപ്പോൾ ഇത് പെൺകുട്ടിയാണോ? ഏയ്, പെൺകുട്ടിയൊന്നുമല്ല. നിങ്ങൾ ഇതെന്തൊരു മണ്ടത്തരാ പറയുന്നത്? ഇത്രയും വയസ്സായ ഇവരാരെങ്കിലും പെൺകുട്ടി എന്ന് പറയോ? പെണ്ണുങ്ങൾ എന്ന് പറ. അയ്യോ, അപ്പോൾ ഇത് ശരിക്കും പെണ്ണാണോ? ചേട്ടൻ എന്താ ചേട്ടാ അടി തൊട്ട് മുടി വരെ നോക്കുന്നത്? അതല്ലടാ, എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കുവാനാകുന്നില്ല. ശരിക്കും ഒരു സർദാർജിയെ പോലെ തന്നെയുണ്ട്. അത് തന്നെയാ ഞങ്ങളും ഇത്ര നേരം പറഞ്ഞത്. കുഞ്ഞാമിത്ത, ഇപ്പൊ എന്തായി? നിങ്ങള് ഞങ്ങള് മാത്രമല്ല, ബാക്കിയുള്ളവരും സർദാർജി എന്ന് തന്നെയാ പറയുന്നത്. എന്തിന്റെ കേടായിരുന്നു എനക്ക്? മര്യാദക്ക് ആ ജ്യൂസും കുടിച്ചിട്ട് എവിടെങ്ങാനും ഇരുന്നാ മതിയായിരുന്നു. ഛേ, എന്റെ അത്യാഗ്രഹം കൊണ്ടല്ലേ ഞാൻ ആ ജ്യൂസ് എന്റെ ഡ്രസ്സിൽ മറിച്ചത്. ഞാൻ എന്റെ ഡ്രസ്സിൽ ജ്യൂസ് മറിച്ചത് എനിക്ക് പുതിയ 50,000 രൂപയുടെ ഡ്രസ്സ് ഇടാന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ എനിക്ക് കിട്ടിയതോ 500 രൂപന്റെ ഒരു ജുബയും പാന്റും. അതും ആരെ ഡ്രസ്സ്? എന്റെ പുന്നാര മാപ്പിള സുലൈമാനിക്കാന്റെ. മൂപ്പർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് വന്നിട്ട് എന്റെ പ്ലാൻ എല്ലാം പൊളിച്ചിക്ക്. വീട്ടിലെത്തിയിട്ട് വേണം മൂപ്പർക്കിട്ട് 2 കൊടുക്കാൻ. അല്ല, എന്താ ഇങ്ങനെ പറയുന്നത് സേതു സിംഗ്? ഒന്ന് പോടാ അവിടുന്ന്. ഒരു ചാത്തു സിംഗ്. അയ്യോ, പാന്റും ജുബയിട്ട പെണ്ണുങ്ങൾക്ക് ബട്ടായേ, ഓടിക്കോ. കൊറേ സമയമായി ഓനൊരു ചാത്തു സിംഗിനെ കൊണ്ട് വന്നിക്ക്. ഇനി മേലാൽ തന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. കാശാണ്ടി തലയാ. അതുപോലെ തന്നെയുള്ള ഒരു പാന്റ് ജുബയും ഒരു തലയെക്കെട്ടു. ഒന്ന് പോടാ അവിടുന്ന്. നിന്റെ ഏന്റി എന്താടാ ഇങ്ങനെ? ആ, ഒരു വിധത്തിലാ നമ്മൾ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ നമ്മളെ ഏന്റി ചവിട്ടി തെറിപ്പിച്ചേനെ. അങ്ങോട്ട് നോക്ക്. ഇത് അവരല്ലേ? അവര് തന്നെ, ആ താരയും സ്റ്റെല്ലയും. അയ്യോ, ഇവരുടെ മുന്നിലാ എത്തിപ്പെട്ടത്. ഇനി എന്തൊക്കെ കേൾക്കണം? അവര് കാണാതെ നമുക്ക് ഇവിടെ നിന്നും മെല്ലെ രക്ഷപ്പെടാം. കണ്ടാൽ അവർക്ക് കുറെ ഭീഷണിയും അതും ഇതും തള്ളലും എല്ലാം ഉണ്ടാകും. അത് തന്നെ, ഇപ്പോൾ 2 പേരും നമ്മളെ കണ്ടിട്ടില്ല.
നീ മെല്ലെ ബാക്കോട്ടേക്ക് നടക്ക്. അല്ല, നിങ്ങൾ ബാക്കോട്ടേക്കാണോ നടക്കുന്നത്? ഞങ്ങളെ കണ്ടിട്ട് ബാക്കോട്ടേക്ക് പോകുന്നതായിരിക്കും അല്ലേ? അയ്യേ, ദാ നാണക്കേട്. എന്താ ഒന്നും പറയാത്തത്? വലിയ ഡയലോഗൊക്കെ ഉള്ള ആളല്ലേ? ഒന്ന് പോടി അവിടുന്ന്. ഇതെന്നാ സംഭവോ? എനിക്ക് തോന്നുന്നത് ഇവർ രണ്ടുപേരും ശത്രുക്കളാണെന്നാണ്. അയ്യേ, പേടിത്തൊണ്ടന്മാർ. പേടിയോ? ആരെ പേടി? നിങ്ങളെ കണ്ടിട്ട് ആര് പേടിക്കാനാ? നിന്റെ വിചാരം എന്താടി? ഞങ്ങൾ നിങ്ങളെയും പേടിച്ചിങ്ങനെ നിൽക്കുകയാണെന്നോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. ആരെ പേടിച്ചിട്ടാണ് നിൽക്കേണ്ടത്? ഞാൻ നിങ്ങളെ പേടിച്ചിട്ടാണോ നിൽക്കുക, അല്ലെങ്കിൽ എന്നെ പേടിച്ചിട്ട് നിങ്ങളാണോ നിൽക്കുക? എന്റെ അമ്മോ, ഇവനെന്തിനിങ്ങനെ ചൂടാവുന്നത്? സൽമാനെ, മതി. നീ ഒന്ന് മിണ്ടാതിരിക്കടാ. ഇവരുടെ വിചാരം ഇവർ വലിയ ആരൊക്കെയാണെന്നാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്നും ഒന്നിനും കൊള്ളൂല. വെറും വേസ്റ്റ് ആണ്, വേസ്റ്റ്. ഇവരെന്താടി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിന് മാത്രം നമ്മളൊന്നും അവനോട് പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ അവനിങ്ങനെ ചൂടാവുന്നത്? നിങ്ങളുടെ വിചാരം എന്താ? നിങ്ങളാണ് ഈ ലോകം ഭരിക്കുന്നതെന്നോ? നീ കുറെ സമയമായല്ലടാ ഓരോന്ന് പറയുന്നത്. നീ എന്താടാ ഞങ്ങളെ കൊണ്ട് വിചാരിച്ചത്? നീ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു നിൽക്കുമെന്നോ? പിന്നെ കേട്ടു നിൽക്കുകയല്ലാണ്ട് നിങ്ങൾ കേട്ടു പറക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും പറയണ്ട, നിനക്കിവനെ നന്നായിട്ട് അറിയാലോ. ഇവർക്ക് നേരത്തെ നമ്മളൊരു പണി കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് നേരെ തിരിച്ച് നമുക്ക് തന്നെ വന്നത് ഇവൻ കാരണമാണ്. ഇവൻ നീ വിചാരിക്കും പോലെ അത്ര നിസ്സാരക്കാരനല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട നിങ്ങള്. സൽമാനെ, നീ ഒന്ന് വന്നേ. എവിടെ വന്നേന്ന്? നീ എന്തിനിങ്ങനെ തിരക്കാക്കുന്നത്? നീ വാ, നമുക്ക് പോകാം. വെറുതെ ഇവരോട് ഓരോരോ പ്രശ്നത്തിന് ഇടയാക്കണ്ട. ഇവർ നമുക്കിട്ട് പിന്നെയും ഓരോരോ പണി തരാൻ ശ്രമിക്കും. അവർ ശ്രമിച്ചോട്ടെ, അതിന് നിനക്കെന്താ? അത് ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ പോകും. നിനക്കറിയാലോ ഇവരെ? മനസ്സിൽ വെറും വാശിയും വെറുപ്പും പണത്തിന്റെ അഹങ്കാരവും മാത്രമേ ഇവർക്കുള്ളൂ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണിവർ. നീ വെറും പേടിത്തൊണ്ടനായി പോയല്ലോ. പേടിയായിട്ടല്ലടാ. നീ ഒന്ന് പോയേ. എനിക്ക് ഇവരോട് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ വരൂ. ഇവൻ ആള് കൊള്ളാമല്ലോ. എല്ലാവർക്കും പേടിയുള്ള ഈ സ്റ്റെല്ല മേഡത്തിനെ ഇവനിക്ക് മാത്രം എന്താ പേടിയില്ലാത്തത്? എന്തായാലും ഇവന്റെ ധൈര്യം അപാരം തന്നെ. ഹലോ സ്റ്റെല്ല. എന്ത് സ്റ്റെല്ലയോ? മാഡം എന്ന് വിളിക്കടാ. മേഡാ? എവിടുത്തെ മേഡോ? അത്രക്ക് നിർബന്ധമാണെങ്കിൽ മടലേന്ന് വിളിക്കാം. മാഡം പോലും മേഡോ? നീ എന്ത് കണ്ടിട്ടാടി മേഡം എന്നൊക്കെ വിളിക്കേണ്ടത്? നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, നന്നായി കാണുന്നുണ്ട്. എന്നിട്ടാണോ നീ ഇങ്ങനെ തർക്കുത്തരം പറയുന്നത്? അയ്യോ, ഇവരോട് തർക്കുത്തരം പറയരുതെന്നുണ്ടോ? ഒന്ന് പോടി അവിടുന്ന്. താരെ, നീ ഒന്നും പറയണ്ട. അവനോട് പറഞ്ഞിട്ട് കാര്യവുമില്ല. നമ്മൾ പറയുന്നതൊന്നും അവൻ അത്ര പെട്ടെന്ന് അനുസരിക്കില്ല. തൽക്കാലം അവനോട് നമ്മളിപ്പോൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെന്താ? എല്ലാവർക്കും എന്നെ പേടിയാണ്. പക്ഷെ ഈയൊരു സാധനം മാത്രമേ എന്നെ ഇങ്ങനെ ധിക്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവന്റെ ഇതുപോലത്തെ സംസാരം കേട്ട് ചിലപ്പോൾ ബാക്കിയുള്ളവരും ഇതുപോലെ സംസാരിക്കുവാൻ തുടങ്ങും. അത് നീ പറഞ്ഞത് ശരിയാ. മറ്റുള്ളവർ ഇത് കണ്ടാൽ നാണക്കേടാ. ഈ ഫോട്ടോഗ്രാഫർ തന്നെ കുറെ സമയമായി നമ്മളെയും അവനെയും ഇങ്ങനെ മാറി മാറി നോക്കുന്നു. എന്താടി? അതിന് തന്നെയല്ല വിളിച്ചത്. തളരണ്ട, ഇങ്ങോട്ട് പോരി. ക്യാമറക്കാരാ? എന്നെയാണല്ലോ വിളിക്കുന്നത്. എന്താ മേഡം? തനിക്ക് എന്താണ് ഇവിടെ പണി? അത് മേഡം ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ എടുക്കാൻ വന്നയാൾ ഫോട്ടോ എടുക്കണം, അല്ലാതെ ഇങ്ങനെ വായി നോക്കി നിൽക്കുകയല്ല വേണ്ടത്. അതിന് മേഡം നിങ്ങൾ സംസാരിക്കുകയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുക്കാത്തത്. അപ്പോൾ താനിങ്ങനെ ഇവിടെ നിൽക്കണോ? തനിക്ക് പോയിട്ട് ഗസ്റ്റുകളുടെ ഫോട്ടോ എടുത്തൂടെ? ഓ സോറി മേഡം, അതെന്നോട് മറന്നുപോയതാണ്. ഞാൻ പോയിട്ട് വന്ന ഗസ്റ്റുകളുടെ ഫോട്ടോ എടുക്കാം. അല്ല, ഇനി മേഡത്തിന്റെ ഫോട്ടോ എടുക്കണോ? ഇപ്പോൾ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. ശരി. അല്ല, ഈ ഗസ്റ്റുകളുടെ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ. എടുത്തിട്ടില്ല. അതിനതിവിടുത്തെ ഗസ്റ്റുകളൊന്നുമല്ല. ഗസ്റ്റുകളില്ലെന്നോ? ആര് പറഞ്ഞു? ഞങ്ങളെ ക്ഷണിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് അല്ലേ? ക്ഷണിച്ചിട്ട് വന്നതാണെങ്കിൽ ഗസ്റ്റ് തന്നെയാണ്. അത് തന്നെയാ ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ ഞങ്ങളെ നല്ലൊരു ഫോട്ടോ എടുത്തേ. അവരുടെ ഫോട്ടോ എടുക്കരുത്. മേഡം, അവർ ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇതെന്റെ വീടാണ്, അപ്പോൾ ഞാൻ പറയുന്നതാണ് താൻ കേൾക്കേണ്ടത്. അവരുടെ ഫോട്ടോ താൻ എടുത്തു പോകരുത്. ഞങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ആണ്, അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ എടുക്കൽ നിർബന്ധമാണ്. ഫോട്ടോ എടുക്കടാ.
അയ്യോ ഞാൻ പെട്ടെന്നാ തോന്നുന്നത്. ഫോട്ടോ എടുക്കരുത്. ഫോട്ടോ എടുക്കണം. എടുക്കരുത് എന്നാ തന്നോട് പറഞ്ഞത്. എടുക്കണം എന്നാണ് തന്നോട് പറഞ്ഞത്. ഡാ, തന്നോട് എന്താണോ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഏ, അയ്യോ ഞാനെന്ന് ഇനി ചെയ്യാ? ആര് പറയുന്നതാ ഞാനിപ്പോൾ അനുസരിക്കേണ്ടത്? മേഡത്തിനോട് എതിർത്ത് സംസാരിക്കുവാൻ ഈ ചെറുക്കന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രക്കും പവറുള്ള ചെറുക്കനായിരിക്കും ഇത്. അപ്പോൾ ഈ ചെറുക്കനെ എതിർക്കുന്നതും അത്ര നല്ല കാര്യമല്ല. അയ്യോ ഞാനിപ്പോൾ എന്താ ചെയ്യാ? ആര് പറയുന്നതാ ഞാനിപ്പോൾ കേൾക്കേണ്ടത്? ഡാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് താൻ. ഏ, ഇതാ ഞാൻ നല്ല മോഡലിൽ നിന്ന് തരാം. എന്റെ ഒരു നല്ല ഫോട്ടോ എടുത്ത് താൻ. ഫോട്ടോ എടുക്കരുതെന്നാ പറഞ്ഞത്. എടുത്തോ. ദാ ഞാൻ നല്ല മോഡലിൽ നിന്ന് തരാം. ഏ, എടുക്ക്. അത് പിന്നെ മാഡം പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ എടുക്കണ്ട എന്ന്. അതിന് താൻ തന്റെ മേഡത്തിന്റെ തല കൊണ്ട് ഫോട്ടോ എടുക്കണ്ട. തന്റെ കയ്യിലുള്ള ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്താൽ മതി. ഡാ ക്യാമറമാൻ, അവരുടെ ഫോട്ടോ എങ്ങാനും താൻ എടുത്താൽ പിന്നെ താനും ഉണ്ടാകില്ല, തന്റെ ഈ ക്യാമറയും ഉണ്ടാകില്ല. അയ്യോ മാഡം എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ല. നിങ്ങൾ വേണ്ട എന്ന് പറയുന്നത് ഇവർ വേണമെന്ന് പറയുന്നത്. അവര് പറയുമ്പോൾ കേൾക്കുവാനല്ല ഞങ്ങൾ ക്യാഷും കൊടുത്ത് ഫോട്ടോഗ്രാഫറെ വെച്ചത്. പക്ഷെ അവര് ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നുണ്ട്. അവരവിടുന്ന് പറഞ്ഞോട്ടെ, താനത് കാര്യമാക്കണ്ട. പക്ഷെ മാഡം എനിക്ക് പേടിയാ. അവർ എന്നെ എന്തെങ്കിലും ചെയ്യുമോ? എന്ത്? തനിക്ക് പേടിയാണെന്നോ? അയ്യേ, തനിക്ക് ഈ പീറ കുട്ടികളെ പേടിയാണോ? നിങ്ങൾക്ക് പേടിയല്ലേ, അതുപോലെ എനിക്കും പേടിയാ. അവൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ പേടിയാണോ മാഡം? അയ്യേ ഡീ താരെ, അവർ പറയുന്നത് കേട്ടോ? നമുക്ക് അവരെ പേടിയാണെന്ന്. അയ്യേ, ഇതെല്ലാവരും അറിഞ്ഞാൽ നാണക്കേടില്ലേ? അതെടി, ഈ ക്യാമറക്കാരൻ എങ്ങനെ വിചാരിച്ചു? ഇനിയിപ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിക്കുമോ? താര മേഡം, സ്റ്റെല്ല മേഡം, എന്താ ഒന്നും മിണ്ടാത്തത്? അത് നിനക്ക് മനസ്സിലായിട്ടില്ലടാ. അവർക്ക് പേടിയായിട്ടാ. ഓ, പേടിയായിട്ടാണല്ലേ? ഡാ, താൻ എന്താടാ പറയുന്നത്? ഹേയ്, ഞങ്ങൾ പറഞ്ഞതല്ല. ദാ ഈ ക്യാമറമാൻ പറഞ്ഞതാ. ഡാ ക്യാമറക്കാരാ, താൻ എന്താടോ പറഞ്ഞത്? അത് പിന്നെ ഞങ്ങൾക്ക് ആ പീറ കുട്ടികളെ പേടിയാണെന്നോ? അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. പിന്നെ താൻ എങ്ങനെ പറഞ്ഞതാ? അത് പിന്നെ സോറി മാഡം. ഡാ, താൻ ഇങ്ങനെ വെറുതെ നിൽക്കല്ലടാ. ഞങ്ങളുടെ 2 ഫോട്ടോ എടുക്ക്. ഡാ, എന്താ മാഡം? ഒന്ന് പോടാ അവിടുന്ന്.